9th സ്റ്റാൻഡേർഡ് ആനുവൽ എക്സാമിനേഷൻ 2025 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ക്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ഈസ് 25. വാട്ട് ഈസ് ദ മീൻ ഓഫ് ദി സി നമ്പേഴ്സ്? അപ്പം നമുക്ക് 5 നമ്പറിൻ്റെ ഓഡ് നമ്പറാണ്. 1 + 3 + 5 + 7 + 9 അങ്ങനെ 5 ഓഡ് നമ്പർ ആഡ് ചെയ്തപ്പോൾ 25 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ മീൻ ഓഫ് ദീസ് നമ്പേഴ്സ്? അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിൻ്റെ ഒരു മോഡൽ എന്താണെന്ന് വെച്ചാൽ 5 നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ നടുക്കുള്ള നമ്പർ കാണാൻ വേണ്ടിയിട്ട് 25/5 അതായത് സമ്മിനെ എത്ര എണ്ണാണോ ഉള്ളത് അതിന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മിഡിൽ ടേം കിട്ടും 5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 5ഉം 7ഉം 9ഉം പിന്നെ 5, 3, 1 അടുത്ത ഭാഗത്ത് 3ഉം 1ഉം എഴുതാം, വലത്ത ഭാഗത്ത് 7ഉം 9ഉം എഴുതാം. അപ്പോൾ അങ്ങനെയുള്ള നമ്പറാണ്. അപ്പോൾ വാട്ട് ഈസ് ദ മീൻ? നമുക്ക് മീനേ ചോദിക്കുന്നുള്ളൂ. മീൻ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ടോട്ടൽ ബൈ നമ്പറാണ്. ടോട്ടൽ ബൈ നമ്പർ. വാട്ട് ഈസ് ദ മീൻ ഓഫ് ഫസ്റ്റ് 5 ഈവൺ നമ്പേഴ്സ്? ഫസ്റ്റ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2, 4, 6, 8, 10 by 5, 30/5 = 6. When the square is scaled, both its sides and diagonals change. If D stands for diagonal and for a side, then D in terms of A. സൈഡ് നമ്മൾ എന്തെടുക്കുക? സൈഡ് എ എടുത്തു കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആംഗിൾ 45 ആയിട്ട് മാറും. അപ്പോൾ 1:1:√2 ആണ് വരിക. ഈ രണ്ട് സൈഡും 1:1√2. പക്ഷേ ഇവിടെ ഇപ്പോൾ എ എന്ന് തന്നതുകൊണ്ട് a√2a എന്നാണ് വരിക. അപ്പോൾ ഡയഗണൽ മെഷർമെൻറ്റ് √2a. ആർ ദേ പ്രൊപ്പോർഷണൽ ആണോ എന്നത്? അത് എ ഇൻക്രീസ് ചെയ്യുമ്പോൾ √2 എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുണ്ടാകും. സൈഡ് ഇപ്പോൾ 3 ആണെങ്കിൽ 3√2 വരും, 4 ആണെങ്കിൽ 4√2, 5 ആണെങ്കിൽ 5√2. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ആണ്. സോ വാട്ട് ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്? മാറാതെ നിൽക്കുന്നത് √2 ആയിരിക്കും. ഗ്രാഫ് ഓഫ് പോളിനോമിയൽ ഈസ് ഗിവൺ ബിലോ. റൈറ്റ് ദ പോളിനോമിയൽ. ഇത് നമുക്ക് പിക്ചർ നോക്കിയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പോളിനോമിയൽ p(x) = x. കാരണം ഇത് 1, 1, -1, 1, 2, 2, 3, 3 എന്നുള്ള ആ ഒരു ടൈപ്പുള്ള ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഗ്രാഫ് വരഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അതുകൊണ്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് p(2)? p(2) എന്ന് പറയും p(2) = 2. എക്സിൻ്റെ അടുക്ക് 2 കൊടുക്കും, ഇവിടെയും 2 തന്നെ വരും. ബേസ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പ്രിസം ഈസ് 12 cm, ഹൈറ്റ് 10 cm. വാട്ട് ഈസ് ലാറ്ററൽ സർഫസ് ഏരിയ? ലാറ്ററൽ സർഫസ് ഏരിയ = ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് പെരിമീറ്റർ 12 × 10. 12 × 10 എന്ന് പറയുമ്പോൾ 120 വരും. സൈഡ് കാണേണ്ട ഇക്വേഷൻ, സൈഡ് = നമ്മുടെ ഇതൊരു ഈക്വൽ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പ്രിസം ആണ്. അപ്പോൾ പെരിമീറ്ററിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത സൈഡ് കിട്ടും. 4 സൈഡാണല്ലോ, 4 + 4 + 4. 4 പ്രാവശ്യം 4 ആഡ് ചെയ്തപ്പോഴാണ് 12 കിട്ടുക. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ആഡ് ചെയ്യലാണ്. അല്ലെങ്കിൽ നമ്മൾ 4 × സൈഡ് = 12, സൈഡ് = 12/4 അങ്ങനെ എടുത്താലും മതി. 4 സൈഡ് ആയതുകൊണ്ടാണ് 12/4 = 3. വോളിയം കാണേണ്ട ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഏരിയ എന്ന് പറയുമ്പം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പം സൈഡിൻ്റെ സ്ക്വയർ ആണ്, സൈഡ് ഇൻറ്റു സൈഡ്. 3² × 10 = 3² എന്ന് പറയുമ്പോൾ 9 ആണ്. 9 × 10 = 90. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1/3 ഓഫ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 14. 1/3 1/3 ഓഫ് x + y = 14 ആണ് വരിക. അതാണ് 1/3 ഓഫ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പറിൻ്റെ ആഡ് ചെയ്തപ്പോൾ 2 നമ്പർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ 1/3 എടുത്തപ്പോൾ 14 എന്ന് പറഞ്ഞാൽ x + y = 1/3ൻ്റെ 3 = അപ്പുറം പോകുമ്പോൾ 14 × 3 വരും. അങ്ങനെ 42 ആണ് ഫസ്റ്റ് ഇക്വേഷൻ വരിക. സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ഈസ് 4. അതായത് ഹാഫ് ഓഫ് x - y = 4 ആണ്. അപ്പോൾ x - y = ഈ 2 =ൻ്റെ അപ്പുറം പോകുമ്പോൾ 4 × 2 എന്ന് വരും. 1/2 അപ്പുറം 2/1 എന്നാണ് വരിക. അപ്പോൾ 8 കിട്ടും. നമ്മൾ 2 ഇക്വേഷനും നോക്കിയാൽ രണ്ടും ഒന്ന് x + y ഒന്ന് x - y ആണ്. അപ്പോൾ വലുത് 1 ആണ്. 1 ന്ന് 2 മൈനസ് ചെയ്യുമ്പം x - x കട്ടായി പോകും. y - y 2y. 2y = 34, y = 34/2. അപ്പോൾ y = 17 വരും. ഇവിടെ നമുക്ക് x + y = 42 ഉണ്ട്. അപ്പോൾ y 17 ആണെങ്കിൽ x 25 ആയിരിക്കും. നെക്സ്റ്റ് sides of rectangle are √2 + 1 and √2 - 1. Find the approximate perimeter of the rectangle in 2 decimal places. Perimeter ആണ് അതിൻ്റെ ഇക്വേഷൻ 2 × l + b ആണ്. അതിൻ്റെ ആൻസർ കിട്ടുക 4√2
4√2ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 1.4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ആൻസർ 5.65 കിട്ടും. അത് 2 × L+B. L ഇതാണ്, B ഇതാണ്. അപ്പോൾ ഈ +1ഉം -1ഉം കട്ടായിപ്പോൾ √2 വെറും 2 × √2 ആണ് വരിക. അപ്പോൾ ഇവിടെ 2 ഓൾറെഡി ഉണ്ട്. പിന്നെ √2 2 വരും. അടുത്തത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. √2 + 1 × √2 - 1 നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ഐഡൻറ്റിറ്റീസ് സർവ്വസമവാക്യങ്ങളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. x+y × x - y എന്ന് പറഞ്ഞാൽ x² - y² ആണ്. അപ്പോൾ ഇവിടെ √2² - 1², √2ൻ്റെ സ്ക്വയർ 2 ആണ്. 2 - 1 = 1. x and y are two odd numbers such that x × y = 1533 and x - y = 52. What are the even integers just above x and just after y? അപ്പം നമുക്കറിയാം എക്സും വൈയും 2 ഇൻറ്റീജർ എന്നേ പറയുന്നുള്ളൂ. അത് ഇൻറ്റീജർ എന്ന് പറയുന്നതിൽ ജസ്റ്റ് ആഫ്റ്റർ ആണെങ്കിൽ അത് x+1ഉം ജസ്റ്റ് ബിഫോർ ആണെങ്കിൽ y - 1ഉം ആണ് കിട്ടുക. വാട്ട് ആർ ദ ഈവൺ നമ്പേഴ്സ് ജസ്റ്റ് എബോവ് എക്സ് ആൻഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഓഡ് ഇൻറ്റീജേഴ്സാണ് എക്സും വൈയും. അപ്പോൾ ഓഡിനോട് 1 ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? ഈവൺ നമ്പർ കിട്ടുക. ഓഡിൽ നിന്ന് 1 കുറച്ചാലും ഈവൺ നമ്പറാണ് കിട്ടുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈവൺ നമ്പേഴ്സാണ്. വാട്ട് ആർ ദ ഈവൺ നമ്പേഴ്സ് ജസ്റ്റ് എബോവ് എക്സ് ആൻഡ് ജസ്റ്റ് ബിലോ വൈ. അപ്പോൾ x+1ഉം y - 1ഉം. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ഈവൺ നമ്പേഴ്സ്. ഈ രണ്ടും, അതായത് ഇത് ഈവൺ ആണ്, ഇതും ഈവൺ ആണ്. എക്സും വൈയും ഓടാണ്. അപ്പോൾ ഓഡിനോട് 1 കൂട്ടി ഈവൻ കിട്ടും. ഓഡിൽ നിന്ന് 1 കുറച്ചാലും ഈവൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ x y വരും. പിന്നെ x × -1 - x വരും. 1 × y + y ആണ് വരിക. പിന്നെ 1 × -1 - 1 വരും. അപ്പോൾ ഇത്രയും ടേംസിൽ xy മൈനസ് ഇവിടെയുള്ള x+y ബ്രാക്കറ്റ് വെച്ച് എഴുതുമ്പോൾ x - y = 1 വരും. xy ന്ന് x - y കുറക്കുക. പിന്നെ ഒരു 1ഉം കുറക്കുക. അപ്പോൾ x - y എന്ന് പറയുന്നത് ഇവിടെ 52 ആണ്. 52 - 1ഉം 53 സബ്ട്രാക്ട് ചെയ്യുക. 53 ഇതിൽ നിന്ന് xyയിൽ നിന്ന്. xy എന്ന് പറയുന്നത് 1553 ആണ്. അതിൽ നിന്നും 53 മൈനസ് ചെയ്താൽ 1480 ആണ് കിട്ടുക. നെക്സ്റ്റ്, പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഈസ് 24 cm. എ ക്വാർട്ടർ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 1 വെർട്ടെക്സ് ആസ് സെൻറ്റർ ആൻഡ് സൈഡ് ഓഫ് ദ സ്ക്വയർ ആസ് റേഡിയസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? സൈഡ് കാണാൻ വേണ്ടിയിട്ട് 24/4 ആണ്. കാരണം പെരിമീറ്റർ 24 ആണ്. 4 സൈഡ് ഉണ്ട് അല്ലേ? അപ്പോൾ 6 + 6 + 6 + 6 6 ആണ് ഒരു സൈഡ് വരിക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ക്വാർട്ടർ സർക്കിൾ? ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസാണ്, ഈ വെള്ള കളറുള്ള ഭാഗമാണ്. സർക്കിളിന് 4 പീസാക്കിയതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏരിയ 1/4 πr² എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് അതായത് നമുക്ക് സൈഡ് ഓഫ് സ്ക്വയർ തന്നെയാണ് ഈ സർക്കിളിൻ്റെ റേഡിയസ് ഉണ്ടാവുക. അപ്പോൾ 1/4 πr² എന്നുള്ളെടുക്കുക. 1/4 πr² എന്നുള്ളതൊക്കെ 6² ഇട്ട് കൊടുക്കുക. 6² എന്ന് പറഞ്ഞാൽ 36 ആണ്. 36/4 എന്ന് പറഞ്ഞാൽ 9π ആണ് വരിക. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് ഈ വെള്ള കളർ കുറച്ചാൽ മതി. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് 6 ആണ് സൈഡ് വരിക. 6 × 6 36 ആണ് സ്ക്വയറിൻ്റെ മാത്രം ഏരിയ വരിക. അതിനകത്ത് ഈ സർക്കിളിൻ്റെ 4 ഭാഗത്തിലെ ഒന്നാണിത്. അതായത് ഇത് എന്താണ്, സെക്ടറാണ് അല്ലേ? 1/4 ഓഫ് ഏരിയ ഓഫ് സർക്കിളാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 9π എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ള കളറുള്ളത് 9π ആണ്. ബിഗ് ഉള്ളത് 36 ആണ്. കാരണം 6 × 6 സൈഡ് × സൈഡ്. ലെറ്റ് x be a real number, x - 2 = 7. വാട്ട് ഡസ് ദിസ് ഇക്വേഷൻ മീൻസ്? ഇതിങ്ങനെ സൂചിപ്പിക്കുന്നത് എക്സിൽ നിന്നും 2യിലേക്കുള്ള അകലം 7 ആണെന്നാണ് അല്ലേ? ഡിസ്റ്റൻസ് ഫ്രം x to 2 is 7. വാട്ട് ആർ ദ നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് ദിസ് ഇക്വേഷൻ? അപ്പോൾ ഇതിൽ x - 2 = 7 എടുക്കുക ആദ്യം. x - 2 7 എടുത്ത് x = 7. ഈ -2 ഇപ്പുറം പോകുമ്പോൾ +2 അങ്ങനെ 9 കിട്ടും. അടുത്തത് x - 2 = -7 എടുക്കാം. അതായത് മോഡുലസ് ഓഫ് -2 എന്ന് പറയുമ്പം x - 2 7 എന്ന് എടുക്കും. x - 2 -7 എന്ന് എടുക്കും. അപ്പോൾ -7 എടുക്കുമ്പോൾ x = -7 ഉണ്ട്. ഈ -2 അപ്പുറം പോകുമ്പം +2 ആവും. അങ്ങനെ -5 ആണ് ആൻസർ കിട്ടുക. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് റിയൽ നമ്പേഴ്സ്? അതായത് 9ൻ്റെ അകത്തുനിന്ന് -5 സബ്ട്രാക്ട് ചെയ്യണം. അപ്പം 9 - -5 = 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്.
5 rupee notes and 10 rupee notes cost 100 rupees. 5 രൂപ നോട്ടും 10 രൂപ നോട്ടും കൊണ്ട് 100 രൂപയാക്കിയിട്ടുണ്ട്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട് 12 ആണ്. ആകെ 5 രൂപയും 10 രൂപയും 12 എണ്ണം ഉണ്ട്. അത് 100 രൂപയുമാണ്. റൈറ്റ് 2 ഇക്വേഷൻസ് ബൈ സാറ്റിസ്ഫൈങ് ദ നമ്പർ ഓഫ് 5 rupee നോട്ട് 5 ടേക്കിംഗ് നമ്പർ 5 rupee നോട്ട് ആൻഡ് നമ്പർ ഓഫ് 10 rupee നോട്ട് ആസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ 12 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 5 രൂപേൻ്റെ നോട്ടും 10 രൂപേൻ്റെ നോട്ടും പ്ലസ് ചെയ്തപ്പോൾ 12 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12. പിന്നെ പറയുന്നത് എന്താണ്? റൈറ്റ് 2 ഇക്വേഷൻസ് ബൈ ടേക്കിംഗ് നമ്പർ 5 rupee നോട്ട് 5 rupee നോട്ട് ആൻഡ് നമ്പർ ഓഫ് 10 rupee നോട്ട് ആസ് എക്സ് ആൻഡ് വൈ. അവിടെ ഇപ്പോൾ പറയുന്നത് 5x പ്ലസ് 10y ഈക്വൽ ടു 100. ക്വസ്റ്റ്യനിൽ 5 rupee നോട്ട് 5 ഇൻറ്റു എക്സ് 5 rupee 5 റുപ്പീൻ്റെത് എക്സ് 10 റുപ്പീൻ്റെ വൈ ആണ്. അപ്പോൾ 5x പ്ലസ് 10y ഈക്വൽ ടു 100 എന്ന് പറഞ്ഞൊരു ഇക്വേഷനും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ സെക്കൻഡ് ഇക്വേഷന് നമ്മൾ 5 കൊണ്ടില്ല, കാരണം ഇവിടുത്തെ എക്സ് 5 ആണല്ലോ, എക്സിൻ്റെ കോയഫിഷ്യൻ്റ്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷന് 5 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പം 5x പ്ലസ് 5y ഈക്വൽ ടു 60 എന്ന് വരും. 3 നമ്പർ കൊടുക്കാം. ഇനി 1ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5x മൈനസ് 5x 0 വരും. 10y മൈനസ് 5y ഈക്വൽ ടു 40. y ഈക്വൽ ടു 40 ബൈ 5 ഈക്വൽ ടു 8, x ഈക്വൽ ടു 4 എന്ന് വരും. കാരണം എക്സ് പ്ലസ് വൈ 12 ആണ്. y എന്ന് പറയുന്നത് 8 കിട്ടിയാൽ y 8 ആണെങ്കിൽ എക്സ് 8 പ്ലസ് 4 ഈക്വൽ ടു 12. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോക്ക് അടുത്ത ഭാഗവുമായിട്ട് വരും വരേക്കും ബൈ.